ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ മലയാളത്തിന്റെ ലാലേട്ടന്റെ തുടരും എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് നേട്ടമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ളത്. നേരത്തെ എമ്പുരാൻ എന്ന സിനിമയുടെ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ കേരള കളക്ഷൻ തുടരും മറികടന്നിരുന്നല്ലോ. ഇപ്പോഴത്തെ തുടരും ഏറ്റവും പുതിയതായിട്ട് എമ്പുരാന്റെ ഒരു കളക്ഷൻ കൂടി മറികടന്നിരിക്കുകയാണ്. അത് എമ്പുരാൻ എന്ന ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമയുടെ ഇന്ത്യ ബോക്സ് ഓഫീസ് ഫൈനൽ കളക്ഷൻ ആണ്. ഇന്ത്യയിൽ മാത്രം എമ്പുരാൻ എന്ന സിനിമ ഫൈനൽ ഗ്രോസ് ആയിട്ട് നേടിയെടുത്തത് 120 കോടി കളക്ഷൻ ആയിരുന്നു. ഇപ്പോഴത്തെ തുടരും 125 കോടി കളക്ഷനിലേക്ക് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മാത്രം എത്തപ്പെട്ടതോടുകൂടി എമ്പുരാൻ എന്ന സിനിമയുടെ കളക്ഷൻ മറികടന്നിരിക്കുകയാണ്. ഇതോടെ മലയാള സിനിമയിൽ ഏറ്റവും ഉയർന്ന ഇന്ത്യൻ കളക്ഷൻ വന്ന സിനിമകളിൽ രണ്ടാം സ്ഥാനത്ത് തുടരും എന്ന സിനിമ എത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ളത്. നിലവിൽ ഒരു മലയാളം സിനിമയുടെ ഏറ്റവും ഉയർന്ന ഇന്ത്യ കളക്ഷൻ നേടിയെടുത്ത സിനിമകളിൽ 2ഉം 3ഉം സ്ഥാനങ്ങളിലെ ലാലേട്ടൻ സിനിമകൾ തന്നെയാണ്. അത് തുടരും, എമ്പുരാൻ എന്നീ സിനിമകളാണ്. എന്നാൽ ഒന്നാം സ്ഥാനത്ത് ഏത് സിനിമയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയാണ്. ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മാത്രം 165 കോടി ഫൈനൽ കളക്ഷൻ ആയിരുന്നു നേടിയെടുത്തത്. ഒരു ലാലേട്ടൻ സിനിമ പോസിറ്റീവ് വന്നിട്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മഞ്ഞുമൽ ബോയ്സിന്റെ കളക്ഷൻ മറികടക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മഞ്ഞുമൽ ബോയ്സിന്റെ ഒരു തമിഴ്നാട് കളക്ഷൻ ഉണ്ടാക്കിയ പവർ ഏത് ലെവലാണ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാകുകയാണ്. കഴിഞ്ഞ വർഷം നമുക്ക് എല്ലാവർക്കും അറിയാം, തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു സിനിമയും വിജയമാകാതിരിക്കുമ്പോൾ, സിനിമകളൊന്നും തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസിനായിട്ട് എത്താതിരിക്കുമ്പോഴായിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ അവിടെ എത്തി വലിയ തരംഗമായി മാറിയത്. ഇപ്പോഴത്തെ മഞ്ഞുമൽ ബോയ്സിന്റെ കളക്ഷൻ തുടരുമെന്ന സിനിമയ്ക്കും മറികടക്കാനാവാതെ പോകുമ്പോൾ അടുത്ത കാലത്തൊന്നും തന്നെ മഞ്ഞുമൽ ബോയ്സിന്റെ ഫൈനൽ ഇന്ത്യൻ കളക്ഷൻ, അതായത് 165 കോടി കളക്ഷൻ ആർക്കും തന്നെ മറികടക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഏത് ലിസ്റ്റ് നോക്കുമ്പോഴും അവിടെ ലാലേട്ടൻ്റെ ഒരു ആധിപത്യം നാം കാണാറുള്ളതാണ്. ആ ഒരു ആധിപത്യം ഇവിടെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ നോക്കുമ്പോഴുമുണ്ട്. എന്തായാലും കാത്തിരിക്കാം ലാലേട്ടൻ സിനിമയുടെ കളക്ഷൻ എല്ലാം തന്നെ ഇനി ഏത് സിനിമ മറികടക്കുമെന്ന് അറിയുവാനായിട്ട്.